നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നേനാമലച്ചന്തയിലെ വീഡിയോ ആണ്. നമ്മൾ പുലർച്ചെ 4 മണിക്ക് എത്തിയിരിക്കുകയാണ്. പോത്തുമുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കുറേയൊക്കെ കച്ചവടമായി. തലേ ദിവസമേ ഇപ്പോൾ കച്ചവടക്കാർ വന്ന് ഇവിടെ തമ്പടിച്ച് കുട്ടികളെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാലും നമ്മളിതാ ഇവിടെ കുറച്ച് പോത്തുമുട്ടികളെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെയാണ് എത്തിയത്. ഒരു 3:30 മണിയായപ്പോൾ ചന്തയിലെത്തി. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണിക്കാണ് ചന്ത ടൈം. ഇപ്പം നേരത്തെ പോത്തുംകുട്ടികളെല്ലാം കച്ചവടമായി പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ പോത്തുംകുട്ടികൾ നിൽപ്പുണ്ട്. നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ നിൽപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കൂടെ സബ്സ്ക്രൈബറുണ്ട്, അവർക്ക് കുട്ടികളെ എടുക്കണം. പിന്നെ ഒരുപാട് പേര് പോത്തും കുട്ടികളെ വേണമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി കുട്ടികളെ നോക്കണം. നല്ല കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 20-21 രൂപയ്ക്കാണ് അവർ മേനി വില ചോദിക്കുന്നത്. 21,000 രൂപ വെച്ചാണ് അവർ ചോദിക്കുന്ന മേനി വില. ഒരുപാട് കുട്ടികൾ കച്ചവടമായപ്പോൾ എന്നാണ് പറയുന്നത്. നല്ല കുട്ടികൾ ഇനി നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് 21 രൂപ മേനി വിലയാണ് അവർ ചോദിക്കുന്നത്. കുട്ടികളെല്ലാം അത്യാവശ്യം കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളും നിൽപ്പുണ്ട്. ചന്തയ്ക്കകത്ത് ചെറിയ വണ്ടികളൊക്കെ കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല. എന്നാലേ മാട് ഒരുപാട് വരത്തുള്ളൂ. നല്ല കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 21 രൂപ മേനി വിലയാണ് ചോദിക്കുന്നത്. 21,000 രൂപ. കുട്ടികൾ അത്യാവശ്യം തീരെ തെറ്റില്ലാത്ത കുട്ടികൾ തന്നെയാണ്. 21 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു 12 രൂപ വെച്ച് മേനി വില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നടക്കില്ലെന്ന് പറഞ്ഞ് 16 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടിയാണെങ്കിൽ തരുള്ളെന്ന് പറയുന്നത്. 17 രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ 12 മേനി വില 12,500 പറഞ്ഞിരിക്കുകയാണ്. 6 കുട്ടികളുണ്ട് ഈ ഒരു ലാട്ടിൽ. 6 കുട്ടികൾ അത്യാവശ്യം നല്ല കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ്. 6 എണ്ണമാണ് ഈ ലാട്ടിൽ നിൽക്കുന്നത്. അതിൽ ഒരെണ്ണം ഇച്ചിരി ചെറിയ കുട്ടിയാണ്. ബാക്കിയെല്ലാം ഇത്തിരി അത്യാവശ്യം മീറ്റ് കയറി തുടങ്ങിയ കുട്ടികളാണ്. ഒരു 50-55 കിലോ ഒക്കെ അടുത്ത് മീറ്റ് വരുന്ന കുട്ടികളാണ്. ആ ചെറിയ കുട്ടി ഒരു 40 കിലോ ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ മീറ്റ്. അപ്പോൾ നമ്മൾ 13 രൂപ പറഞ്ഞിരിക്കുകയാണ്. 13 രൂപ. വേറെ പാർട്ടിക്കാരും വന്ന് സംസാരിക്കുന്നുണ്ട് അതിനു വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്താ ഒന്നറിയാൻ വേണ്ടി. കച്ചവടം നടക്കില്ലെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവർ സംസാരിച്ച് വിട്ടിട്ട് പോയി. അവരും 13 രൂപ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. 14 രൂപ എത്തിയിട്ടുണ്ട്. 14 രൂപയ്ക്ക് അവർ തരുമെന്നാണ് പറഞ്ഞത്. അവർ അവസാനം 17 രൂപ തന്നെ നിൽക്കുകയാണ്. അവസാനം അവർ 16 രൂപ ലാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ 14,500 പറഞ്ഞിട്ടുണ്ട്. 14,500 6 കുട്ടികൾ കൂടെ പറഞ്ഞായിരുന്നു. ഇവിടെ തലേ വെള്ള ചുറ്റിയുള്ള കുറച്ച് പോത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അതിൽ പക്ഷേ ഇച്ചിരി കൊമ്പുണ്ടെന്നേ ഉള്ളു. ആ ഭാഗത്തും ആ കുട്ടികൾ ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. ഇവിടെയും നിൽപ്പുണ്ട് കുറച്ച് കുട്ടികൾ. നമ്മൾ വീണ്ടും ചന്തയ്ക്കകത്ത് ഒന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ കുട്ടികൾ നമ്മളെ കൈക്ക് വരുമെന്ന് വിചാരിക്കുന്നു. 6 കുട്ടികൾ. കുറച്ച് തമിഴ്നാട് കുട്ടികൾ നിൽപ്പുണ്ട്. ഇവർ നീലിരവി ക്രോസ് കുട്ടി ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടിട്ട് ഉടനെ മറുപടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയായിരുന്നു അത്. കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാം അതിൻ്റെ. ഇവിടെ ഇനി കുറച്ച് പോത്തും കുട്ടികൾ നിൽപ്പുണ്ട്. നല്ല പോത്തും കുട്ടികൾ ഇടയ്ക്കും മറക്കൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് ഓരോ പോത്തും കുട്ടികൾക്ക്. അങ്ങനെ എന്താ ഈ ഒരു 2 പോത്തും കുട്ടികളെ നമ്മൾ എറണാകുളത്തുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവർ 40 രൂപയാണ് രണ്ടിനും കൂടി ചോദിച്ചത്. 40,000 രൂപയാണ് ചോദിച്ചത്. നമ്മൾ 25 രൂപ പറഞ്ഞ് 26 പറഞ്ഞ് അവസാനം 31 രൂപയ്ക്ക് ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. 15,500 മേനിക്ക്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. ഈ കറുത്ത കുട്ടി അത്യാവശ്യം കൈയും കാലുമൊക്കെ നല്ല വെള്ളയും ചുണ്ടിലൊക്കെ വെള്ളയുണ്ട്. വാലും ഒരു 3/4 ഭാഗം വെള്ള കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രോസ് ബ്രീഡ് കുട്ടിയാണ്. 15,500 മേനി വിലയാവും. 2,600 രൂപ
എറണാകുളത്ത് വരുന്നതിന് വണ്ടി വാടക ആവുമെന്നാണ് പറഞ്ഞത്. വണ്ടി വാടകയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ പാർട്ടിക്കാർ വാങ്ങിയ കുട്ടികളാണ്. ഒരു ഗിയറിൻ്റെ ഒരു മൂരിക്കുട്ടൻ ഇപ്പോൾ ഉണ്ട്. 15-18 രൂപ ചോദിച്ചാണ്. ഒരു 12 രൂപയ്ക്ക് വേറെ പാർട്ടി മേടിച്ചെന്നാണ് നമ്മുടെ ഏജൻറ്റ് പറഞ്ഞത്. 12,000 രൂപയ്ക്ക്. ചെറിയ കുട്ടിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേ സെയിമിലൊരു പൈക്കുട്ടിയുണ്ട് ഗിയറിൻ്റെ. അത് ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓടിയും ചാടിയൊക്കെ നിൽക്കുകയാണ്. 12 രൂപയ്ക്ക് നഷ്ടമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ്. ഒരു മൂരിക്കുട്ടി നമ്മളിങ്ങനെ വില പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്നറിയില്ല. അവർ 25 രൂപയാണ് ഇതിന് ചോദിച്ചത്. 25,000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ പാർട്ടിയെടുത്ത് നമ്മൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഒട്ട് അടുക്കുന്നില്ല. കയറിങ്ങനെ പിടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ വന്ന ആൾ ഷൊർണൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് വന്ന ആളിന് വേണ്ടിയാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഏജൻറ്റിനെ വെച്ചല്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. എന്തായാലും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. 25 രൂപ വെച്ച് നമ്മൾ 18 രൂപ വരെ പറഞ്ഞ് 18,500 പറഞ്ഞിരിക്കുകയാണ്. 18,500. ഇന്ന് മാട് കുറവാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലെ തന്നെയാണ്. ഒരു 500-1000 രൂപ വരെ വ്യത്യാസമുണ്ട് ഒരു മാടിൻ്റെ പുറത്ത്. കൂടുതൽ തന്നെയാണ്. കേരളത്തിൽ നിന്ന് കണ്ടമാനം ആളുകൾ ഈ ചന്തയിലേക്ക് വരുന്നുണ്ട് മാടെടുക്കാൻ വേണ്ടി. അപ്പം ആൾ കൂടുമ്പം മാടും കുറവാണ്, അവരനുസരിച്ച് വിലയും കൂട്ടുന്നുണ്ട്. അവസാനം 19 രൂപ എത്തിയിരിക്കുകയാണ്. 19 രൂപ, ചിലപ്പോൾ 20 രൂപയ്ക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. അവർ ലാസ്റ്റ് 21 രൂപയാണെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട്. 21,000 രൂപയ്ക്ക് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 19 രൂപ പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. നമ്മൾ കയറ് തിരിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. 19 രൂപ പറഞ്ഞ് എന്നിട്ടും അവർ അടുക്കുന്നില്ല. ഇവിടെ നടക്കും. അത് പുള്ളി ഇത്തിരി വന്ന് മയപ്പെട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. മയപ്പെട്ട് വരികയാണ്. ഇപ്പോൾ വേറൊരാളൂടെ വന്ന് സംസാരിച്ചത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് 20 രൂപയ്ക്ക് ലാസ്റ്റ് കച്ചവടം ആയിരിക്കുകയാണ്. 20,000 രൂപയ്ക്ക് അത് സംസാരിച്ച് ഉറപ്പിച്ച് 500 രൂപയുടെ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കയറ് തിരിച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ തിരിച്ച് തരികയാണ്. 500 രൂപയുടെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 രൂപയാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്. ഓക്കെ, അത് 20 രൂപയ്ക്ക് കച്ചവടം ആയിരിക്കുകയാണ്. ഈ മൂരിക്കുട്ടി 20,000 രൂപയ്ക്ക് കച്ചവടം ആയിരിക്കുകയാണ്. ഇത്തിരി വില കൂടുതലാണ് എന്ന് തോന്നുന്നു. നോർമലി ഒരു 18 രൂപ 18,500 കിട്ടേണ്ടതാണ്. അതെന്താത്തൊക്കെ കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പം എന്തായാലും കാര്യം നടക്കില്ല. എന്നാലും കുറവ്. പോത്തൊക്കെ വെളുപ്പാങ്കാലത്തെ വിറ്റ് പോയി. ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കെട്ടിയിട്ട് നമുക്ക് അടുത്ത കുട്ടികളെ നോക്കണം. നമ്മൾ രാവിലെ 6 കുട്ടിയെ വില പറഞ്ഞ് അതിന് മേടിച്ചായിരുന്നു. 16 രൂപ മേനിക്കാണ് ലാസ്റ്റ് ഞാൻ മേടിച്ചത്. അതെല്ലാം ദാ ഇവിടെ നിൽപ്പുണ്ട്. 16 രൂപ മേനിയാണ് നമ്മൾ മേടിച്ചത്. 16,000 രൂപ വെച്ചാണ് ഈ കുട്ടികളെല്ലാത്തിനെയും മേടിച്ചത്. ഓരോരു മൂലിക്കുട്ടിയുടെ മേടിച്ചു. അങ്ങനെ 7 ആയിട്ടുണ്ട്. ഇനിയും വിലക്കുറവ് കുറച്ച് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. 30,000 രൂപയാണ് ഇതായി ഒരു പോത്തിന് ചോദിക്കുന്നത്. 30,000 രൂപ. ഒരു 10-70 കിലോ മീറ്റ് വരും നമ്മൾ ഉദ്ദേശത്തിൽ. ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. 10 രൂപ 12 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ ഒരു 10 രൂപ കുറച്ച് കിട്ടത്തില്ല. 12-13 തന്നെയാണ് ചോദിക്കുന്നത്. 15 ചോദിക്കുന്നതും ഉണ്ട്. നല്ലൊരു എരുമക്കുട്ടി ഇവിടെ നിന്നായിരുന്നു. കറവ പൈക്കളൊക്കെ നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികളും ഒരുപാട് നിൽപ്പുണ്ട് ഇവിടെ. ചെറിയ പൈക്കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 10 രൂപ 8 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. 15 രൂപ 18 രൂപ ചോദിക്കുന്ന പൈക്കുട്ടികളും നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ നല്ല പാലുകൂടിയൊക്കെ കിട്ടിയ നല്ല കുട്ടികൾ നിൽപ്പുണ്ട്. നമ്മൾ ചന്തയ്ക്ക് അകത്തൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല കറവ പൈക്കളെ കിട്ടണമെങ്കിൽ ഇടക്കറവ പൈക്കളെ കിട്ടണമെങ്കിൽ എടുക്കാമെന്നുള്ള ഇതിലാണ് ഞാനും പുള്ളിയും കൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നിൽക്കുന്നതിന് നല്ല വില ചോദിക്കുന്നുണ്ട്. എന്തായാലും മാട് കുറവ് തന്നെയാണ്. മാട് നന്നേ കുറവുണ്ട്. മാടും കുറവ്, വിലയും കൂടുതലാണ്. 2-3 മാസത്തേക്ക് ഇങ്ങനെ തന്നെയാണ്. പോത്തുംകുട്ടിക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. നമ്മളെ 15 രൂപയ്ക്കൊക്കെ എടുത്ത കുട്ടികളൊക്കെ
ഒരു സമയത്ത് 10 രൂപ 12 രൂപ റേഞ്ച് 10 11 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാണ്. ഇവിടേക്ക് നിൽക്കുന്ന ബൈക്കുകൾ 35-40 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. 45 രൂപ ചോദിക്കുന്ന ബൈക്കുകളും ഉണ്ട്. ചെറിയ ബൈക്കുകളാണ്, 100-110 കിലോയൊക്കെ മീറ്റ് വരുന്ന ബൈക്കുകളാണ്. ഒരു 400 രൂപ 450 രൂപ റേറ്റിലൊക്കെ തന്നെയാണ് അവർ വില ചോദിക്കുന്നത് തന്നെ. കറവ് ബൈക്കുകൾ നിൽപ്പുണ്ട്, അതിൻ്റെ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. 55,000-60,000 ഒക്കെയാണ് ഒരു കറവ് ബൈക്ക് ചോദിക്കുന്നത്. 10 ലിറ്റർ കിട്ടുമെന്നൊക്കെ പറയുന്നത്. നമ്മളതൊന്നും ചെവിക്കൊണ്ടില്ല. ചോദിച്ച് ഇങ്ങനെ പോവുകയാണ്. എന്തെങ്കിലും വില കുറച്ച് കിട്ടുമെന്ന് നോക്കാമെന്നുള്ള ഇതിലാണ് പോകുന്നത്. ഇവിടെ ഒരു പശു അതിൻ്റെ കുട്ടി നിൽപ്പുണ്ട്. അതിൻ്റെ കുട്ടിയാണെന്ന് തന്നെ സംശയമുണ്ട്. നല്ല അകിടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 ലിറ്റർ പാൽ കിട്ടുന്നു. രാവിലെ 4-ഉം ഉച്ചയ്ക്ക് 3-ഉം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അകിട് കണ്ടിട്ട് അത്രയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു 5 ലിറ്റർ താഴെ പ്രതീക്ഷിച്ചാൽ മതി ഒരു ദിവസം. ചെറിയ കസ്റ്റമറിനൊക്കെ ഒരു വീട്ടാവശ്യത്തിനും കൊടുക്കാൻ പറ്റിയ ഇത് തന്നെയാണ്. അപ്പോൾ വേറൊരു പാർട്ടി വന്ന് വില പറഞ്ഞ് അതിനെ കയറി പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ കച്ചവടം കഴിഞ്ഞതാണ്. മൊത്തത്തിൽ മാട് കുറവ് തന്നെയാണ് ചന്തയിൽ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കന്നുകാലികളെ കച്ചവടം കഴിഞ്ഞ് ഇവിടെ കെട്ടേണ്ട സമയമാണ്. പല രീതിയിലുള്ള ബൈക്കുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജല്ലിക്കെട്ട് സൈസ് മൂരിയൊക്കെ ആ ഭാഗത്ത് നിൽക്കൊണ്ട് വലുത്. അപ്പോൾ അത് കച്ചവടമായി. പശു ഇനി എത്തിയിട്ടുണ്ട്, അവർ കൊണ്ടുവന്നുകൊണ്ടെന്ന് പുള്ളി പറക്കേ പോകുന്നുണ്ട്. മുതലാവില്ലെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ജല്ലിക്കെട്ട് സൈസ് മൂരികളൊക്കെ ഒരുപാടുണ്ട്. പുള്ളി പുറക്കേ പോവുകയാണ്. പശുവിനെയും കുട്ടിയെ കൊണ്ട് പുള്ളി അങ്ങ് നടന്നു പോയി. ഇവിടെ നിൽക്കൊണ്ട് ജല്ലിക്കെട്ട് സൈസ് മൂരികൾ. ഇവിടെ ഒരു വെള്ള മൂരി അപ്പുറത്ത് നിൽപ്പുണ്ട്. അതൊരു ഡേഞ്ചർ മൂരിയാണ് തോന്നുന്നത്. അത് ചാടാനും ഓടാനും കുത്താനൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന അട്ടിപ്പൊളി മൂരികൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കച്ചവടക്കാരെയൊന്നും കാണാനില്ല. അല്ല അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ല. ഇത് ഒരു ഡേഞ്ചറാണ് തോന്നുന്നത്. അത് കുത്താനൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവിടെ ഇന്നവരൊക്കെ പറഞ്ഞ് മാറി ഇല്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനും ഇത്തിരി മാറി നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. വെറുതെ ഇവിടെ വന്ന് പണി മേടിക്കണ്ട. എൻ്റെ ഞോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പണി പാളും. എന്തായാലും കറുത്ത മൂരി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ വരണം നിൽപ്പുണ്ട്. എന്നാലും കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച പിന്നെ നമ്മളിന്ന് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വിലയ്ക്ക് കിട്ടിയാലെടുക്കും. ഒന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് ചിലപ്പോൾ ഈ അവസാന ഘട്ടത്തിലൊക്കെ കച്ചവടം നടക്കുന്ന കുറച്ച് മാടുകൾ. ഒരു ഗിയറിലൊരു പശു ഗിയറും സവിവാളും കൂടെ ചേർന്നാണ് പശു. അതിന് 55,000 രൂപ ചോദിക്കുന്നുണ്ട്. 55 രൂപ ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ നമുക്ക് കോഴിക്കോട്ടേക്കും വണ്ടി സൗകര്യമുണ്ട്. കോഴിക്കോട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോത്തും കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കോഴിക്കോട് നിന്ന് സ്ഥിരം മാടെടുക്കാൻ ആൾ വരുന്നുണ്ട്. ഇന്ന് ഞാൻ അവരെ കണ്ട് സംസാരിച്ചായിരുന്നു. ഒരു 5 കുട്ടികളെയൊക്കെ കിട്ടി അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ അവർക്ക് മാടെടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ആഴ്ച പോകുമ്പോൾ കോഴിക്കോടേക്കും നമ്മൾ പോത്തും കുട്ടികളെ എടുത്തു തരുന്നതാണ്. വലിയ എരുമ ഈ ആഴ്ചയും കുറേ ഉണ്ട്. ഇപ്പോൾ 7:15 മണി ആയതേ ഉള്ളൂ. ചന്ത ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുന്നത്. കാലിയാവാൻ ഇന്ന് കന്നാലി കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നേരത്തെ തന്നെ. സാധാരണ ഒരു 9 മണി വരെയൊക്കെ കാണുന്നതാണ്. ഇന്ന് അപ്പോൾ അത്രയൊന്നും ഇല്ല. അതൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കച്ചവടം നടക്കാതെ നിൽക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ 12-13 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന കൊല്ലം കരുനാഗപ്പള്ളിക്ക് പോകുന്ന വണ്ടിയിൽ മറ്റേ 2 കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മറ്റത് പാലക്കാട് വാണിയംകുളത്ത് ഇറക്കാനും വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പട്ടാമ്പിലാണ് ഭാഗത്താണ് പുള്ളിയുടെ സ്ഥലം. അവർ രണ്ടുപേരും ഇവിടെ ഏൽപ്പിച്ച് അവർ മാർക്ക് ചെയ്ത് അടയാളം ചെയ്തിട്ടുണ്ട്. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പം എറണാകുളത്ത് എത്തുമെന്നാണ് പറഞ്ഞത്.
നാളത്തെ എത്തുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം. ഓക്കെ, ബായ്.